പുത്തികയിൽ ജനന സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാട്ടിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയതായി പരാതി. കിസാൻ രക്ഷാസേന കാസർഗോഡ് ജില്ലാ ചെയർമാൻ ഷുക്കൂർ കണാജെയാണ് ആരോപണവുമായി കുമ്പള പ്രസ് ഫോറത്തിൽ വാർത്താസമ്മേളനം നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പുത്തികയിലെ കോൺഗ്രസിൽ പുതിയ വിവാദം ചൂടുപിടിക്കുന്നു. ജനറൽ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്തി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ജുനൈദിനെ ബ്ലോക്ക് പഞ്ചായത്ത് പുത്തിക ഡിവിഷൻ സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യ രീതിയിലല്ലെന്നാണ് കിസാൻ രക്ഷാസേന കാസർഗോഡ് ജില്ലാ ചെയർമാൻ ഷുക്കൂർ കണാജെ പറയുന്നത്. സ്വന്തം ജനറൽ സർട്ടിഫിക്കറ്റ് പോലും തിരുത്തിയയാൾ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾ ഏതുതരം സേവനമാണ് പ്രതീക്ഷിക്കേണ്ടതെന്നും യോഗ്യരായ നേതാക്കളെ തടഞ്ഞാണ് ജുനൈദിനെ ചിലർ ചേർന്ന് സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഷുക്കൂർ കണാജെ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തിക ഡിവിഷൻ 8 സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മഞ്ചേശ്വരം നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജുനൈദ് റോമി 2024 നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രായം 38 ആണ്. മത്സരിക്കാനുള്ള പ്രായപരിധി 35 വയസ്സാണ്. ജുനൈദിന്റെ ജനനതീയതി 2/4/1986 ആണ്. പ്രായം നടത്തിയപ്പോഴും ജുനൈദ് സ്വന്തം അനുജൻ ഹസൻ ജുബൈദിന്റെ 3/11/1989 ജനന സർട്ടിഫിക്കറ്റിൽ ജുനൈദിന്റെ പേര് എഡിറ്റ് ചെയ്ത് തിരുത്തി ചേർത്ത് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് പ്രായം കുറച്ച്. ഭൂരിഭാഗം നേതാക്കളും ജുനൈദിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസംതൃപ്തരാണ്. പല തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചയാളാണ് ജുനൈദ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി താൻ പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായുണ്ട്. കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ ഭാരവാഹിയുമാണ്. ഈ അവഗണനയ്ക്കെതിരെ കൂടുതൽ നേതാക്കൾ രാജിയുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നും അടിയുറച്ച കോൺഗ്രസുകാരനായതിനാൽ വാർഡ് തലങ്ങളിലും മറ്റും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കിയ ഷുക്കൂർ കണാജെ ജുനൈദിനെ പുറത്താക്കി കോൺഗ്രസ് മാന്യത കാണിക്കണമെന്നും സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. കിസാൻ രക്ഷാസേന ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി കാടമന, എയിംസ് ജനകീയ കൂട്ടായ്മ മുൻ ജില്ലാ ട്രഷറർ K അനന്തൻ, സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ നടുകള എന്നിവരും ഷുക്കൂർ കണാജയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള.